ഇവിടെ ഒരു ബസ് ഡ്രൈവറിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു മേയറാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനം. അങ്ങനെ ഒരു ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അതല്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണെന്ന് മാർഗദണ്ഡം അനുസരിച്ചുകൊണ്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? തന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അതല്ലെങ്കിൽ തന്റെ ഈഗോ ഹർട്ടായതിന്റെ പേരിൽ ആ ബസ്സിനെയും ബസ് ഡ്രൈവറെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്ര ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അവരെ പോലും ഇറക്കി വിട്ടുകൊണ്ട് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും MLA-യും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസം പാളയത്ത് സിനിമാ സ്റ്റൈൽ മോഡൽ ഒരു പ്രകടനം. ആരാണെന്നറിയണ്ടേ? നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുകുട്ടിയുടെ ഭർത്താവ് MLA സച്ചിൻ ദേവും ആയിരുന്നു. എന്താണ് കാണിച്ചെന്നറിയണ്ടേ? നമ്മുടെ തിരുവനന്തപുരം പ്ലാമൂട്ടിൽ നിന്ന് പാളയം വരെ ബസ്സിൻ്റെ ബേക്കേ അതിസ്പീഡിന് വന്ന് പാളയത്ത് വെച്ച് ബസ്സിനെ കുറുകെ പിടിച്ച് നിർത്തി. പിന്നെ 3 മന്നന്മാരിറങ്ങുന്നു. 3 മന്നന്മാർ അതിൻ്റെ ബേക്കേ മേയറുകുട്ടി ഇറങ്ങുന്നു. മേയറുകുട്ടിക്ക് MLA ഇറങ്ങുന്നു. ഇറങ്ങിയിട്ടാണ് പഞ്ച് ഡയലോഗ്. ആ സമയത്ത് യാത്രക്കാരുണ്ട്, മനസ്സിലാക്കണം കേട്ടോ. യാത്രക്കാർ നിറഞ്ഞ് ബസ്സിലിരിക്കുമ്പോഴാണ് ഈ കുറുകെ പിടിക്കക്കോ നിർത്തുകയോ 3-4 മന്നന്മാരിറങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് മേയറുകുട്ടി ഇറങ്ങുന്നു. മേയറുകുട്ടിയുടെ ഭർത്താവ് ഇറങ്ങുന്നു. എന്നിട്ടാണ് സർവീസിനിടയിൽ ഈ KSRTC ബസ്സിൻ്റെ കുറുകെ പിടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ പഞ്ച് ഡയലോഗും പിന്നെ പ്രശ്നവും. അപ്പോൾ ബസ് ഓടിച്ചിരുന്നത് തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ് യദു എന്നു പേരുള്ള ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത്. കുറുകെ പിടിച്ചപ്പോഴാണ് യദു അറിയുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ആരെയും ഇടിച്ചിട്ടില്ല, ആരെയും പള്ളു വിളിച്ചിട്ടില്ല, ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല. രാത്രിയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ മേയറുകുട്ടി വന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാണ്. രാജാവ് വരുന്ന കേസ് അറിഞ്ഞിട്ടില്ലായിരുന്നു. സ്വകാര്യ വാഹനം എല്ലാവരും വരും അല്ലേ, എല്ലാവർക്കും പോകാം, ആർക്കും തടസ്സമൊന്നുമില്ല. മേയറാണെന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് MLA ഉണ്ടായിരുന്നെന്നും യദു അറിഞ്ഞില്ല. യദു സൈഡ് കൊടുത്തില്ല. ഉടനെ പിടിച്ചിറക്കുന്നു. വേണ്ട പ്രശ്നം ഉണ്ടാവുന്നു. പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ആരാണെന്ന് അറിയാമോ? അപ്പോഴും പറയണം അറിഞ്ഞുകൂടാ, ഞാൻ MLA. സംഭവം തീർന്നു. ഉടനെ ബസ്സിൻ്റെ 3 മന്നന്മാർ ബസ്സിൽ തട്ടുന്നു, അടിക്കുന്നു, ഡോറ് തുറക്കുന്നു. MLA അകത്ത് കയറുന്നു. കയറുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, നമുക്ക് ബസ്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ പേരും വീഡിയോ എടുക്കും അല്ലേ? എല്ലാ പേരും വീഡിയോ എടുക്കും. ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വീഡിയോ എടുക്കും. ഡ്രൈവറെ ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു, ഇറങ്ങി അടിക്കാനായിരിക്കാം ആവശ്യപ്പെടുന്നു. ഡ്രൈവർ ഇറങ്ങുന്നില്ല. ഉടനെ ഡ്രൈവർ ബസ്സിൻ്റെ അകത്ത് കയറുന്നു. MLA കയറി സീറ്റിൽ ഇരിപ്പാകുന്നു. നീ ഇറങ്ങി വണ്ടി നിർത്തിയാലേ ബസ് എടുക്കുകയുള്ളൂ. അങ്ങനെ ഉടനെ സ്റ്റേഷനിൽ അറിയിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വരുന്നു. എന്താണ് പ്രശ്നം ആർക്കും അറിയില്ല. സൈഡ് കൊടുത്തില്ല. ഉടനെ കാര്യം വിലക്കാൻ വേണ്ടി ഉടനെ മേയറുകുട്ടി പറയണ് ബസ് ഇരുന്നു കൊണ്ട് അസഭ്യമായ എന്തോ രീതിയിൽ കാണിച്ചെന്നോ പറഞ്ഞെന്നോ എന്തോ പറയുന്നു. രാത്രിയാണ്. ബസ് ഇരുന്നുകൊണ്ട് ബേക്കേ വന്ന വണ്ടിയെ എന്തോ അസഭ്യം കാണിച്ചു. എന്ത് കാണിക്കാൻ? എങ്ങനെ കാണിക്കും അല്ലേ? കേസ് വിലക്കാൻ വേണ്ടി. ഉടനെ പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് ഈ ഡ്രൈവറുടെ പരാതി കേൾക്കാതെ ഈ വലിയ ആൾക്കാരല്ലേ, ഇവിടുത്തെ മാടമ്പിമാരല്ലേ, ഉടനെ പോലീസ് വരുന്നു. പോലീസ് വന്ന് കൊണ്ടുപോകുന്നു. മെഡിക്കൽ എടുക്കാൻ കൊടുക്കുന്നു. മെഡിക്കൽ എടുക്കാൻ വേണ്ടി ആക്സിഡൻറ്റ് നടന്നിട്ടാണോ, ഇടിച്ചിട്ടാണോ, വെള്ളം അടിച്ചിട്ടാണോ ഈ ഡ്രൈവർ കാണിച്ചത്? ഒന്നുമല്ലല്ലോ. ഉടനെ മെഡിക്കൽ എടുക്കുന്നു. മെഡിക്കൽ എടുക്കുമ്പോൾ ഡ്രൈവർ മദ്യപിച്ചിട്ടൊന്നുമില്ല, നോർമലാണെന്ന് മനസ്സിലാവുന്നു. ഉടനെ ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ ബഹുമാനിക്കാത്തതുകൊണ്ടാണെന്ന് പോലീസ് പറയുന്നു. ബഹുമാനിക്കാതെ ഇവരെയൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്തു, ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വഴി തടയൽ നടത്തിയത് ഒരു KSRTC ബസ്സിൻ്റെ സർവീസിനിടയിൽ വഴി തടഞ്ഞതിന് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇവിടെ എന്ത് നടക്കുമായിരുന്നു? എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അല്ലേ? ആ സർവീസ് തുടങ്ങിയ അവിടെ മുതൽ തമ്പാനൂർ എത്തുന്നത് വരെയുള്ള കാശ് അല്ലേ, അതിൻ്റെ കാശ് വാങ്ങിച്ചന്
എന്നിട്ട് അവനെതിരെ ഒരു ക്രിമിനൽ കേസും ചുമത്തി പറ്റുമെങ്കിൽ റിമാൻഡും ചെയ്തത്. എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയനെ. ഇതിൻ്റെ അകത്തിരിക്കുന്ന സർവീസിൽ ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന യാത്രക്കാരെ വരെ വീഡിയോ എടുത്തവരെയൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇത്രയോ സമയം പിടിച്ചിട്ടു. അപ്പോൾ ശരിക്കും കേസ് കൊടുക്കേണ്ടത് അവിടെ ഇരുന്ന യാത്രക്കാരാണ് അല്ലേ? യദുവിൻ്റെ പരാതി ആരും സ്വീകരിച്ചില്ല. കാരണം യദു ഒരു സാധാരണക്കാരനായതുകൊണ്ടാവാം യദുവിൻ്റെ പരാതി ആരും സ്വീകരിച്ചില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വിരോധമൊക്കെ ഇറക്കി നമ്മുടെ ആര്യ, പിന്നെ നമ്മുടെ മേയർ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും CCTV ഉണ്ട് അല്ലേ? CC ക്യാമറ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളൊക്കെ വളരെ യദുവിന് അനുകൂലമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. കാരണം വണ്ടി തടഞ്ഞതും നിർത്തിയതും പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാം ഉണ്ടായിരുന്നു. അതിലും മുന്നേ തന്നെ നല്ല ദൃശ്യങ്ങൾ കിട്ടിയേനെ. ബസ്സിലിരുന്ന വീഡിയോ എടുത്ത ആൾക്കാരെല്ലാം ഭീഷണിപ്പെടുത്തിയവരെല്ലാവരും കൂടെ ആ വീഡിയോ ഒക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പം മനസ്സിലായല്ലോ ഇവിടുത്തെ മാടമ്പിത്തനം എന്താണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് ഒരു മാർച്ച് നടത്തി. സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും നഗരസഭയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞുപോയി. നമുക്കറിയാം, ഇവിടെ ഒരു ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു മേയറാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനം. അങ്ങനെ ഒരു ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അതല്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണെന്ന് മാർഗദണ്ഡം അനുസരിച്ചുകൊണ്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത്? തന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അതല്ലെങ്കിൽ തന്റെ ഈഗോ ഹട്ടായതിന്റെ പേരിൽ ആ ബസ്സിനെയും ബസ് ഡ്രൈവറെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്ര ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അവരെ പോലും ഇറക്കി വിട്ടുകൊണ്ട് ദാഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും MLAയും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ മേയർ വണ്ടി തടയുന്നു, മേയറിന്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ട് ഒരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത്. ആ ഡ്രൈവറിന്റെ മുഖത്ത് നോക്കി ഇതാരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ, വണ്ടിയുടെ കുറുകെ ബസ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്: മേയർ ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മേയർ നിരസിച്ച അല്ലെങ്കിൽ മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ മേയർ നൽകിയ പരാതിയിൽ മേൽ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ മേൽ കേസെടുക്കുന്നില്ല. അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് ആ മേയർ തന്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി, സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം, സ്ത്രീകളെ അല്ലെങ്കിൽ ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരന്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും. പുതിയ വീഡിയോകളുമായി വീണ്ടും അനന്തപുരി ബ്ലോഗ് നിങ്ങളെ മുന്നിലുണ്ടാവും.